ബെഡ് വാർസിൽ ഞാൻ അത്രയ്ക്ക് പ്രോയല്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബെഡ് വാറിൽ നമ്മുടെ ഓപ്പോസിറ്റ് ടീമുകളെ അനോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മറ്റുള്ളവരെ അനോയ് ചെയ്ത് ഇന്നത്തെ കളി ജയിക്കാൻ പറ്റുമോ അതോ അവരെന്നെ അനോയ് ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം. അപ്പോൾ നമുക്ക് ആൾക്കാരെ അനോയ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ടീമേറ്റ് മോഹൻ ഇങ്ങോട്ടൊന്ന് ഇതുകൊണ്ട് വരുമോ പുള്ളി? അപ്പുറത്തെ ടീമുകാർ ചെറുതായിട്ട് ബ്രിഡ്ജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എൻ്റെ ടീമേറ്റ് ഒന്ന് വരുമോ? ആ ഒന്നും വാളും കൊണ്ട് വന്നവൻ്റെ നല്ല ബെസ്റ്റ് ടീമേറ്റിനെയാണ് നമുക്ക് എല്ലാ കളിയിലും നമുക്ക് കിട്ടുന്നത്. നമ്മൾ അത്രയ്ക്ക് ലക്കുള്ള മനുഷ്യനാണ്. അടുത്തിട്ട് ബ്രോ, ആ ബ്രോ വരും ബ്രോ. ഇപ്പോൾ ബ്രിഡ്ജ് ചെയ്ത് തന്നാൽ മതി ബ്രോ, സീനൊന്നുമില്ല. നമ്മളിവിടെ വീട്ടിലിരിക്കുമോ ബ്രോയ്ക്ക് വേണ്ടി. ബാ ബ്രോ. ഹായ് ബ്രോ, ടാറ്റ ബ്രോ. പോയിട്ട് ഒന്നുകൂടെ റീസ്പോൺ ആവില്ല. ബ്രോ എന്നെ അടിച്ചിരുന്നു നീ? കുറച്ച് ചേർന്ന് നല്ല കേട്ടോ, ഇച്ചിരി അടിക്കാനൊക്കെ അറിയാം. ഞാൻ അണ്ടർസ്റ്റിമേറ്റ്. അവൻ്റെ അല്ലേ ആ ഡയമണ്ട് ഉള്ളത്? ഞാൻ അതുകൊണ്ട് പോകണ്ടാണ്. എൻ്റെ ബെഡ് കവർ ചെയ്യാൻ പറ്റുന്നേ. ബെഡൊന്നും കവർ ചെയ്യണ്ടേ? ആണ്ട്രാ അതേണ്ട ഇവിടെ കൂട്ടത്തല്ലേ. നീ എന്നെ അടിച്ചിടൂല നീ. ഇതല്ല അമ്മച്ചുള്ള ടീമേറ്റ് ചെയ്യണമെന്നൊക്കെ എന്നെ അടിച്ചു കൊന്ന് ഏതാ സീൻ. നമ്മളവിടെ വലിയ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്നാ മോനെ പിടിച്ച മോനെ, എന്നാ മോനെ നിന്നെ പയ്യെ ഞാൻ നിന്നെ അങ്ങ് അനുഭവിച്ച് നിന്നെ പയ്യെ കൊല്ലത്തുള്ളൂ. നീ പയ്യെ അങ്ങ് അതിട്ട് ഓടി നടന്നു പയ്യെ. അതാരാണ് വ്യക്തി? എൻ്റെ ടീമേറ്റ് മേടിക്കുന്ന വ്യക്തി അവിടെ നിൽക്കണേ. അതിലിപ്പോൾ 6 എമറാൾഡുണ്ട്. കുറച്ചുകൂടെ ഗ്യാദർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതേ മച്ചാനെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നു. ആർമർ ഇല്ലാതെയാണോ മോളെ സെൻട്രലിൽ വരുന്നത്? നമ്മളോട് എടുക്കാൻ ആർമർ ഇല്ലാതെയാണോ വരുന്നത്? ആർമർ ഇല്ലാതെ വന്നാൽ ആരെങ്കിലും കൊല്ലില്ലേ? അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ എമറാൾഡ് ഗ്യാദർ ചെയ്തു. ഇനി നമുക്ക് ജെറ്റ് പാക്കും അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ വാങ്ങാം. ഇതാരാണ് ആ മച്ചു? എൻ്റെ ബേസിൽ ഞാൻ അറിയാതെ വേറൊരു മച്ചു. ഇതാരാണ് ഈ മച്ചു? ഓ ബ്രോ ബ്ലോക്ക് ചെയ്തു കേട്ടോ. എനിക്ക് നമ്മളെ ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കട്ടെ. ഇങ്ങനെ എമറാൾഡ് പോയി കഴിഞ്ഞാൽ അതേ ആ ചേച്ചി മോളെ ആർമർ ഇട്ടുകൊണ്ട് വരരുത് മോളെ. അല്ല ആർമർ ഇടാതെ വരരുത് മോളെ. ഒക്കെ ആയി കേട്ടോ. എൻ്റെ ഇത് ലോക്കാടാ. പിന്നെ ആ അറ്റാക്കിങ് ബാർ ലോക്കായിരുന്നു. മോനെ അയ്യോ ഓട് അയ്യോ. ഇതാരാണ് വ്യക്തി? ഹലോ ഗൈ. ഹേ ബ്രോ. ഞാൻ സൂത്രം കാണിച്ചുതരാം. ഞാൻ ഇവിടെ ചത്തില്ല നീ. ഇതന്നെ ചാവാത്ത നീ. എന്നെ അടിക്കുന്ന നീ പിക്കാക്സും കൊണ്ട് എനിക്ക് അപമാനമല്ലേ മുത്തേത്? പിക്കാക്സും കൊണ്ടടിച്ച് എനിക്ക് അപമാനമല്ലേ? ഓടുവാണോ? അയ്യോ ഇവിടന്മാർ വന്നിട്ട് ഓടരുതോ? ഇവന്മാർ വന്നാലേ എന്തിനാണ് ഓടുന്നത്? തിരിച്ചോടുന്നത് എന്തിനാ? ആ അതെ പിന്നെ ആ വ്യക്തി വരുന്നു. ബ്രോ ഓ ഡയമണ്ട് സ്വാഡോ. അയ്യോ മുത്ത എൻ്റെ മുമ്പിലൊന്നും എനിക്ക് പിടിച്ചേക്കാൻ പറ്റൂല. മുത്തേ ഓ ട്രാപ്പ് ഓനെ കുഴിക്കാത്തതാണ് നമ്പാൻ. ഓ എൻ്റെ പെട്ട് പൊട്ടിക്കണം മച്ചാൻ എനിക്ക്. ഓ അണ്ടർപേളിങ്
നടന്നില്ലേ മൊത്തേ? ബെഡ് ഓടിക്കാൻ പറ്റുമോ? നടക്കൂല മൊത്തം നടക്കൂല. ഓടിക്കോ. ദേ ബ്രോ വരുന്നു, കിങ്ഡം ബ്രോ വരുന്നു. ബ്രോ കൊല്ലല്ലേ ബ്രോ, എന്നെ അടിക്കുന്നു ബ്രോ. ഇവിടെ സ്കില്ല് ഉണർന്നു എന്ന് വേണം. ഇവിടെ തന്നെ നിൽക്കുവാണല്ലോ. എൻ്റെ ടീംമേറ്റ് ഡയമണ്ടായി, നമ്മളിപ്പോൾ അയാളിൽ നിൽക്കുക. എന്തായാലും നമ്മൾ ആ മെയ്സ് ഒന്ന് നോക്കാനായിട്ട് നമ്മൾ മെയ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ ടീംമേറ്റ് അവിടെ ഒരുത്തനെ നശിപ്പിച്ചു ഗൈസ്. ഹീസ് ബാക്ക് ബ്രോ. എൻ്റെ ടീംമേറ്റിനെ അടിച്ചുകൊണ്ട് ഇതേ പുള്ളി ഓടി വരുന്നുണ്ട് കേട്ടോ. മൂള് പൊട്ടിച്ച് താഴെടാൻ നോക്കണം. ബ്രില്യൻറ്റ് ബ്രോ, ബ്രില്യൻറ്റ്. എന്താ എൻ്റെ പ്ലാൻ എന്താ? കണ്ടുപിടിക്കാനാണ് പ്ലാൻ. അയ്യോ, എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് മച്ചു. ഡയമണ്ട് ഉണ്ടാവില്ലേ? ഞാൻ കുറച്ച് എടുക്കട്ടെ. ഉണ്ടോ ഡയമണ്ട് ഉണ്ടോ? ഒറ്റയ്ക്ക് 41 ഡയമണ്ടായി. രണ്ടെണ്ണം ടീമിനെ ഒരുത്തന്നിട്ട് ഓടിക്കണം. പറന്ന് രക്ഷപ്പെട്ടു. അടുത്ത ബെഡ് പിടിക്കാൻ തന്നെ പ്ലാൻ. നടക്കൂല നീ കുറേ നേരമായാലും ശ്രമിക്കാതെ കേട്ടോ. കടന്നെടുത്ത് വിളിച്ച് അവൻ എവിടെ പോകണം? അവനെ കുറേ നേരമായാലും അപ്പം എന്നിട്ട് കണ്ടില്ലല്ലോ. അതേ വരുന്നുണ്ട് പുള്ളി. എനിക്ക് നിൽക്കടാ, ഞാൻ വരുന്നടാ. വാ ഇട്ടാണ് നിന്നെ എനിക്കൊന്നും മേസ് ചെയ്യാം. മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഞാൻ ഈ സാമാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഹൈവേ ആഡ് ചെയ്തിട്ടിട്ട് ഞാനിത് കണ്ടോണ്ടിരിക്കുന്നു, പക്ഷെ സാധനം ഞാൻ ഉപയോഗിച്ചില്ല. സോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് നമ്മൾ കണ്ടൻറ്റ് എന്തിടണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.